ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നായതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു മോശത്തരവും ഇല്ല, ഒരു കുറവുമില്ല. അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ജിന്നുകളെക്കാളും പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന മലക്കുകളെക്കാളും അല്ലാഹു തആല പ്രത്യേകം ആദരവ് നൽകിയിട്ടുള്ളത് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടികർമ്മം അല്ലാഹു പൂർത്തീകരിച്ചതിന്റെ ശേഷം പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്കുകളോട് പോലും അല്ലാഹു തആല പറഞ്ഞത് അതേ ഉസ്ജുദൂ ലി ആദം, ആദമിന് നമിക്കണം, സുജൂദ് ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത കുറെ ഇൽമുകൾ അല്ലാഹു തആല ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? ആദം അലൈഹിസ്സലാമിനാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദമിന് എല്ലാ നാമങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ആ ഇൽമു പോലും മലക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ നിലക്കുള്ള മഹത്വമൊക്കെ ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരമാണെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയെങ്കിൽ അല്ല എന്നാണ് പറയാനുള്ളത്. എന്തിനാണ് ഞാൻ ഈ ആമുഖം സൂചിപ്പിച്ചത്? പലരും വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്നാണ് എന്ന്. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത്, അല്ലാഹു ആദ്യമായി പടച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തെയാണെന്നും അള്ളാന്റെ പ്രകാശത്തിൽ നിന്ന് അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൃഷ്ടിച്ചുവെന്നും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തിൽ നിന്ന് മറ്റുള്ള ചരാചരങ്ങളെ മുഴുവനും അല്ലാഹ് പടച്ചുവെന്നുമുള്ള ഒരു പ്രകാശത്തിൽ നിന്നുള്ള ഒരു സൃഷ്ടിപ്പ് നടന്നു എന്ന് പ്രമാണങ്ങളിൽ ഇല്ലാത്ത ചില പ്രചരണങ്ങൾ ആരൊക്കെയോ കേട്ടുകേൾവിയുടെയും അതുപോലെ തന്നെ പാരമ്പര്യമായി എഴുതിപ്പോന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നാം ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളിൽ 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ, ചരിത്ര പാഠത്തിൽ ഒരു പാഠം നമുക്ക് ഇങ്ങനെ വായിക്കാം. ആ പാഠത്തിന്റെ തലക്കെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം എന്നാണ്. എന്നിട്ട് അതിന്റെ കീഴെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്ന്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹ് ആദ്യം പടച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറിനെയാണ്. അങ്ങനെയാണ് ഒരു ഒളി. അതാണ് പല കവിതകളിലും മാലപ്പാട്ടുകളിലൊക്കെ ആദി ഒളിവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്നു വെളിവായി എന്ന് ചില മാലപ്പാട്ടുകളിലും കൃതികളിലൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അങ്ങനെ ആദമായി വന്നു, പിന്നെ പ്രവാചകന്മാരൊക്കെ ആയി വന്നു, അംബിയ ഉലിയ ആയി വന്നു അവസാനം മക്കത്തതു തന്നെ വന്നു. അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഖിയാമത്ത് നാളോളം വരുന്നത് അത് നിലച്ചാൽ അന്ന് ലോകാവസാനമാണ് എന്നൊക്കെ പാടി പറയുന്ന ചില കൃതികളുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമാണത്.